ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ട്രാക്ടറിന്റെ ഹുഡ് പാർട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹുഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഈ പാർട്ടുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് സൈലൻസറും അതിൻ്റെ പാർട്ടും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് നേരെ ഓപ്പൺ ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. റൈറ്റ് പ്ലെയിൻ നോർമൽ ടു സ്കെച്ച്. ആക്സിസ് തിരഞ്ഞെടുക്കാം. ആക്സിസ് ഓക്കെ, ഈ ഇതിനുള്ള ആക്സിസ് എടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. കുറച്ച് ലെങ്ത് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി സ്കെച്ച് എടുക്കാം. സ്കെച്ച് റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഹാഫ് സെക്ഷൻ വ്യൂ എടുക്കാം. ഓക്കെ കൊടുക്കാം. ലൈൻ ചൂസ് ചെയ്യാം. ലൈൻ ഡ്രോ ചെയ്യാം. സെലക്ട്. ഓക്കെ, അഗെയിൻ ഒരു ലൈൻ. ഓക്കെ, സെൻട്രൽ ലൈൻ. ഓക്കെ, ഇനി നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ, ഓവറോൾ ലെങ്ത്, സ്മാർട്ട് ഡയമെൻഷൻ 850, end point to origin point. Smart dimension, end point to origin point 150 mm. Okay, കൊടുക്കാം. Exit sketch. ഇനി നമുക്ക് ആപ്പിൽ ഫീച്ചേഴ്സിൽ പോവാം. റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യാം. പ്ലെയിനിൽ ടോപ്പ് പ്ലെയിൻ again നമുക്കൊരു എക്സ്ട്രാ പ്ലെയിൻ സെലക്ട് ചെയ്യാം. അതിന് നമുക്ക് ഈ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ പ്ലെയിൻ സെലക്ട് ചെയ്യാൻ നോർമൽ ടു സ്കെച്ച്. സർക്കിൾ diameter 40, smart dimension 40 mm, 40. Okay, welcome. Features today, sweep both ways. Axis side line select ചെയ്ത് കൊടുക്കാം. Circle, axis side line select ചെയ്യാം. സെലക്ട് ബോസ് ബേസ് എടുക്കാം. ഈ ഡ്രോയിങ് സെലക്ട് ചെയ്യാം. എൻ്റെ ആക്സസ് ആയിട്ട് പ്രീവിയസ് സ്കെച്ച് സെലക്ട് ചെയ്യാം. തീം ഫീച്ചറിൽ 5 mm തിക്നെസ്, 5 mm തിക്നെസ്. ഓക്കെ, സെലക്ട് ചെയ്യാം. കളർ ബ്ലാക്ക് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. പിന്നെ ഈ ആക്സിസിൻ്റെ ആക്സിസ് ഹൈഡ് ചെയ്യാം. അഗൈൻ നമുക്ക് റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് സെലക്ട് ചെയ്യാം. ഇനി നോർമൽ ടു സ്കെച്ച് നമുക്ക് 3 point റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. സെലക്ട്. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 25 mm, 4 mm. Here. 1 mm. 1.
See here, ഈ രണ്ട് ലൈൻ്റെയും വിട്ട് വന്നിട്ട് 3 mm. ഓക്കെ ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോയിട്ട് റിവോൾവ് ബോത്ത് ബേസ് ആക്സസ് ആയിട്ട് ഈ ലൈൻ ചൂസ് ചെയ്യാം. ഓക്കെ ഗ്രീൻ കളർ. ഇതിൻ്റെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. എഗൈൻ നമുക്ക് റൈറ്റ് പ്ലെയിൻ നോർമൽ ടു സ്കെച്ച് സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ സ്മാർട്ട് ഡയമെൻഷൻ 10 mm. Three mm. 3 mm. ഈ ലൈൻ കുറച്ച് ഈ ലൈൻ വരെ 1 mm സ്പ്ലിറ്റ് റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ ഈ എൻഡ് തൊട്ടിട്ട് ഈ എൻഡ് വരെ 3 mm. ഓക്കെ ഫുള്ളി കൺസ്ട്രക്ട് ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് 5 mm. മിഡ് പ്ലെയിൻ. ഓക്കെ again right plane choose here. Normal to sketch circle create here. Okay select ഈ ലൈനും convert entity. Okay line choose ചെയ്യാം. Okay delete. line choose ചെയ്യാം. ഓക്കെ സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ 3 mm. 2.5 mm. ഓക്കെ ഇനി നമുക്ക് നേരെ ഫീച്ചേഴ്സിൽ പോവാം. ഫീച്ചേഴ്സ് extrude cut mid plane 3 mm. 3 mm. Okay again same drawing select ചെയ്യാം. extrude cut ഈ സർക്കിൾ സെലക്ട് ചെയ്യാം. സർക്കിൾ സെലക്ട് ചെയ്യാം. ബ്ലൈൻഡ് മാറ്റിയിട്ട് ത്രൂ ആൾ കൊടുക്കുക കട്ട്. ഓക്കെ സെലക്ട് കട്ട് സെലക്ട് ഡ്രോയിങ് ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിൻ 5 mm. ഓക്കെ കട്ടിങ് ആയിട്ടുണ്ട്. അഗൈൻ റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് ഇതിൻ്റെ ക്യാപ്പിൻ്റെ ജോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ 2 mm. ലൈൻ എടുക്കാം. sketch create. Select okay.
ഈ ലൈനും ഈ ഡ്രോയിങ്ങിൻ്റെ ഈ ലൈനും സെലക്ട് ചെയ്യാം, കൊളീനിയർ. ഈ ലൈനും ചൂസ് ചെയ്യാം, കൊളീനിയർ. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ ഓക്കെ. ഓക്കെ, നേരെ ഫീച്ചേഴ്സിൽ പോവാം. ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് മിഡ് പ്ലെയിൻ 2 mm. ഓക്കെ. അഗൈൻ ഈ സെയിം ഡ്രോയിങ് സെലക്ട് ചെയ്യാം, എക്സ്ട്രൂഡ് മിഡ് പ്ലെയിൻ 5 mm. ഓക്കെ. നമുക്ക് ഫില്ലേറ്റ് സെലക്ട് ചെയ്യാം, 5 mm കോർണർ. ഓക്കെ, ഡ്രോയിങ് ആയിട്ടുണ്ട്, ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈലൻസറിൻ്റെ ബാക്കി പാർട്ട്, സെക്കൻഡറി ആയിട്ടുള്ള പാർട്ട് ക്രിയേറ്റ് ചെയ്യണം. ആക്സിസ് അഗെയിൻ സെയിം പ്രൊസീജിയേഴ്സ്. ആക്സിസ് സെലക്ട് ചെയ്യാം, ആക്സിസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, സ്കെച്ചിൽ പോവാം, 3D സ്കെച്ച്. ലൈൻ ചൂസ് ചെയ്യാം. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ 350 mm. ഈ ലൈൻ തൊട്ടിട്ട് ഒറിജിൻ പോയിന്റ് വരെ. സെന്റർ ലൈൻ. സെന്റർ ലൈൻ. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ ഈ ലൈൻ തൊട്ടിട്ട് ഒറിജിൻ വരെ 150 mm. എക്സിറ്റ് സ്കെച്ച് അഗൈൻ സെയിം ആസ് ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം, ജിയോമെട്രിക് ലൈന് പോയിന്റ് ക്ലിക്ക് ചെയ്യാം, ഓക്കെ കൊടുക്കാം. പ്ലെയിൻ സെലക്ട് ചെയ്യുക, നോർമൽ ടു പ്ലെയിൻ സെലക്ട് ചെയ്യുക, നോർമൽ ടു സ്കെച്ച്. പ്ലെയിൻ സർക്കിൾ ഡയമീറ്റർ 40 mm. സ്മാർട്ട് ഡയമെൻഷൻ 40. ഓക്കെ, ഫീച്ചേഴ്സിൽ പോവാം. സ്വീപ്പ് സർക്കിൾ സെലക്ട് ചെയ്യാം, ആക്സിസ് ആയിട്ട് ഈ ലൈൻ ചൂസ് ചെയ്യാം. തിൻ 2 mm. ഓക്കെ, സർക്കിൾ സെലക്ട് ചെയ്യാം, ആക്സിസ് സെലക്ട് ചെയ്യാം. തിന് 5 mm. ഓക്കെ കൊടുക്കാം. കളർ ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് കളർ. ഓക്കെ കൊടുക്കാം. ആക്സിസ് നമുക്ക് ഹൈഡ് ചെയ്യാം. ഹൈഡ്. നമുക്ക് നേരെ റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം, നോർമൽ ടു സ്കെച്ച് 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. ലൈൻ 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം, 50 mm. Select smart dimension
50 mm, 20 mm, 50 mm, 50 mm, 50 mm, 75 mm, 120 mm, 30 mm. ഇനി നമുക്ക് ഫീച്ചേഴ്സിൽ പോവാം. റിവോൾവ് ബോത്ത് ബേസ്, ആക്സസ് ആയിട്ട് ഈ സെൻട്രൽ ലൈൻ ചൂസ് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഈ ഫേസ് സെലക്ട് ചെയ്യാം, ഇന്നർ ഫേസ് സെലക്ട് ചെയ്യാം, ഡൗൺ ഫേസ് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് കളർ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാം. ഓക്കെ ഫിനിഷ്. നമ്മുടെ ഫുള്ളി ഡ്രോയിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.